ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സെലിബ്രേഷനാണ്, ഞങ്ങളുടെ 10ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി. ഓക്കെ, അതാനിച്ചിരി ക്ലാമർ കൂടുതലാണോ? ഞാൻ ഇച്ചിരി സെറ്റ് ചെയ്തിട്ട്. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഈ വെഡ്ഡിങ് ആനിവേഴ്സറിയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ 2 വർഷവും ഞാനും അമൃതയും ഞങ്ങളുടെ ഫ്രണ്ട്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷം എന്തായാലും ഞങ്ങളുടെ അച്ഛനും അമ്മയും പിള്ളേരും എത്തി. അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. തമ്പുരും വീണയും പിന്നെ തനീഷേട്ടൻ്റെ വൈഫ് പാർവതിയും കൂടിയാണ് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഏറ്റെടുത്തേക്കണേ. ആ ബലൂൺ കണ്ടോ എങ്ങനെ കെട്ടിയേക്കണേ? അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ ഹോം ബാർഗൻസിൽ നിന്ന് മേടിച്ചതാണ്. അത് അവിടെ ഇത് കണ്ടപ്പോൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇത് ആർച്ചായിട്ടൊക്കെ കെട്ടണമെങ്കിൽ PVC പൈപ്പൊക്കെ വേണമല്ലോ. ഇതിന് ഒരു കെട്ടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്നെ പരിപാടിയാ, പിള്ളേരെ ഓർത്തങ്ങനെ. ഇത് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വേറൊരു ഫാമിലി ഫ്രണ്ടായ സുഹൈൽ എത്തിയിട്ടുണ്ട്. പുള്ളി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പകൽ മുഴുവൻ കിടന്ന് ഉറങ്ങി, ഉറക്കം കഴിഞ്ഞ് ഏറ്റവും വന്നേക്കണേ. ഞാൻ കാണുന്നത് കഴിഞ്ഞ് ഏറ്റവും വന്നേക്കണേ. പുള്ളി മുഖത്ത് മുഴുവൻ ഉറക്കച്ചടവാ തന്നെ ഉള്ളൂ. പുള്ളിയുടെ വൈഫൊക്കെ നാട്ടിലാണ്. ഇന്ന് ഞങ്ങളുടെ ഫുഡ് അപ്പവും ചിക്കൻ കറിയും, ചോറ്, ക്യാബേജ് തോരൻ, പുളിശ്ശേരി, മീൻ കറി. ഇന്നയാൾ ഹാപ്പി ബർത്ത്ഡേ അല്ലപ്പാ, വെഡിങ് ആനിവേഴ്സറിയാ. പാർവതിയുടെ സാഹസികമായ മേക്കിംഗ്. ബലൂൺ എല്ലാം തൂക്കുന്നത് പാർവതിയാണ്. പാർവതി പകുതി ഉറക്കത്തിലാകും. എന്റെ വീട്ടുകാരെ കാണും, അവര് അടിയോട്ടടിയാണ്. എന്റെ കോലം കണ്ട അത് കൊള്ളാം. അത് നല്ല ഡയലോഗ്. അത് പാർവതി അമ്മയോ? കേക്ക് ഇവിടെ നമുക്ക് അത് എടുത്ത് പോക്കണം. അയ്യോ, അത് ഇത് മാറ്റണം, സെറ്റിങ് മാറ്റി അല്ലെ? അല്ലെ എടുക്കൂലോ, നല്ല വീട്ടാ. സുഖയിലോ? സുഖയിലോ? അവിടെ മേരിനെയും മറ്റേ ഇവളൊക്കെ പൊക്കണ. ഒരു 19 വയസ്സിൽ കല്യാണം കഴിച്ചു, പിന്നെ എത്ര കാലം കൂടെ 19 വയസ്സ് കല്യാണം കഴിക്കണമെങ്കിൽ 15 വയസ്സ് തുടങ്ങി. ആ വയസ്സാവാനിരിക്കുവായിരുന്നു. 15 വയസ്സ് തുടങ്ങി. ഇത് എന്ത് പ്രണയം അറിയോ? മെക്കാനിക്കൽ പ്രണയാണ്, മനസ്സിലായില്ലേ? കനീഷോട് നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചെറിയ രീതിയിലൊരു ടേബിൾ അറേഞ്ച്മെന്റ്സ് കേക്ക് വയ്ക്കാനായിട്ട്. അതെ, പാർവതിയും പിള്ളേരും കൂടെ അവരെയാണ് ഇതെല്ലാം ഏൽപ്പിച്ചേക്കണത്. ആ കത്തിയും കൊണ്ടു
അങ്ങോട്ട് ഇത്തിരി കളർഫുൾ ആക്കണ്ടായിരുന്നു. എന്റെ 10 ഇല്ല. വെള്ള കേക്കും വെള്ളപ്പത്തും. ആ ഓ ശരി. ഞങ്ങള് സമാധാനത്തിന്റെ ആൾക്കാരാണ്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവ്. നിങ്ങൾക്ക് കുറെ മുട്ടിയോ? തണുപ്പത്ത് നിർത്തണ്ട. ഇല്ല 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 ഇല്ല. അതൊന്ന് വിളിച്ചേക്ക്. അതെ വന്നു. വന്നോ? വാ വാ ഓടി വാ. സൗണ്ട് ഞാൻ കേട്ട്. ആരത്? ഇല്ല കാറിന് വന്നേ ഉള്ളൂ. ആരത്? കല്ല് ഇങ്ങോട്ട് നിക്ക്, വന്നിട്ടേ മുറിക്കോളൂ. ഓക്കെ. ആരാത്? നല്ല കിടുക്കാച്ചി കിടക്കട്ടോ. അതാനും ഇച്ചിരി ക്ലാമർ കൂടുതലാണോ? ഞാൻ ഇച്ചിരി സെറ്റ് ചെയ്തിട്ട്. അത് ഞാൻ ഉണ്ടാക്കി കട്ടറില്ലല്ലോ. എനിക്ക് ഇങ്ങോട്ട് നോക്ക്, എല്ലാവരും കേട്ടോ. എനിക്ക് 25 ആയിട്ടുള്ളൂ. ആര്? അതാണ് 60 വയസ്സായി. എന്നിട്ടും 20 വർഷം മുന്നേ. 20 വർഷം മുന്നേ. മക്കൾക്ക് അഞ്ചു വയ്ക്കും. ശിവന്തം വരുത്താനുള്ളല്ലോ. എടി ഓടി വാടി കേക്ക് മുറിക്കാൻ നോക്കിക്കണ്. പാലപീഠത്തില് കേസ് കൊടുക്കേണ്ടി വരും. അയ്യോ വേഗം വയ്യോ. കമാൺ കമാൺ. കറക്റ്റ് ടൈമിലെത്തിയില്ല. എന്താ കാണിക്കണേ കേറാത്തോട്. അത് കറക്റ്റ് കിട്ടി. ഇതല്ല ഇത് കളയാൻ. ഇപ്പുറത്തേക്ക് പോ. ഒരുപാട് നേരം വീഡിയോ കിട്ടുക. അമ്മ അവിടെ നിന്ന്. അമ്മ പോയി. ഇല്ല നമുക്ക് മുറിക്കണ്ടേ. ചോട്ടാ, ഇനി ഞാൻ ഇല്ല. കത്തി എന്താ? കത്തി എവിടെ? എന്താ ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി. പാട്ട് പാടും. എല്ലാരും പിടിച്ചോ? ശരി. പിന്നെ ഞാൻ പിടിച്ചോ? ഊത് 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 പിടിച്ചോ? ഹാപ്പി ആനിവേഴ്സറി ടു യു. ഉദനീശങ്ങളെ നോക്കി. ഇനി എന്തേലും ഉണ്ടോ? ഇതൊന്നും വരത്തില്ലല്ലോ അല്ലേ? എല്ലാം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് വീഡിയോ. ഇത് ആ ബലൂണൊക്കെ പൊട്ടിച്ച് പട്ടച്ചാര വെച്ച് കൊട്ടാരം നശിപ്പിച്ച് വീണ്ടും പോയി. ഭാര്യ കൊടുത്തേ. കൊടുത്തു, ഞാൻ കൊടുത്തു. ഇല്ല, കിട്ടില്ല. ഒന്ന് കൊടുത്തേന്നു. അങ്ങനെ അത് പറ. കാണിച്ചാ മതി കൊടുക്കണോന്നില്ല. ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഓരോ കൈമാറ്റം ഈ അടുത്ത് പോയിട്ട് ഞങ്ങക്ക് ഓക്കെ. അതെ അമ്മ അച്ഛനൊന്ന് കൊടുത്തേ. അമ്മ എങ്ങനെ കൊടുക്കണം? അമ്മ ഒന്ന് കൊടുത്തേ. രണ്ടുപേരുടെ ഒന്ന് അതൊന്ന് അച്ഛന് കൊടുത്തേ. അച്ഛന്റെ കണ്ണാടി ഓക്കെ. എല്ലാരും പരിക്കോടാ. ഞാൻ മുറിച്ചിട്ടോളാം. ആസിക്ക് ഡ്യൂട്ടി ഉണ്ടോ? കൊടുക്കുക. രണ്ടുപേരും കൂടെ കഴിക്കാം. ഈ ഇത് പിടിക്കുക. മേടിക്കുമ്പോ അങ്ങോട്ട് നോക്ക്. ഒരു കൈ തട്ടോ. പറ്റില്ലത്. ഇത് വിട്. സനലിനെ ഫോക്കസ് ചെയ്യണ്ടോ? കവർ ഫോക്കസ് ചെയ്തത്. സനലിനെ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യണം. മാറ്റി വെച്ചു. അടുത്ത പേരുടെ അതാണ് മോനെ തനീഷ. കേക്ക് ഇത് മറ്റേ ഹോം ബാർഗൻ. വാ നമുക്ക് വല്ല ഒന്നിച്ച് കഴിക്കാം. വാ. ഇല്ല, സാറിലിപ്പോ കഴിച്ച്
ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞോണ്ട് ഇപ്പൊ കഴിച്ചുള്ളൂ താമസിച്ചോണ്ട് ഞാനിവിടെ വരാനുള്ള എക്സൈറ്റ്മെന്റ് ഞങ്ങൾ കഴിച്ചിട്ടൊന്നും കഴിക്കണം. അറേഞ്ച്മെന്റ്സ് പാർവതി പിള്ളേരും ഉണ്ട്, പിള്ളേരും തമ്പുരും വീണയും. സിമ്പിൾ ആൻഡ് ഹംബിൾ. നോർത്തേൺ അയർലൻഡ് ബെൽഫാസ്റ്റിലെ സബ്വേയുടെ മാനേജറാണ് ഒരു ബ്രാഞ്ചിന്റെ. അതിന്റെ വൈഫാണിത്. ബാ ബാ ആ കൂട്ടോ. എബിനും വരുമല്ലോ, എബിനെ ഒന്ന് വിളിച്ചിട്ട് അത് നോക്ക്. വീട്ടില് എന്ത് പരിപാടി നടന്നാലും പിന്നെ ഈ കാര്യം പാർവതി അങ്ങ് ഏറ്റെടുത്തോളൂ. അതുകൊണ്ട് ഞങ്ങൾ സേഫായി. ഇത് ഞങ്ങളുടെ നാട്ടിലെ കൂട്ടുകാരനാണ്, അനിലയും തൊടുപുഴക്കാരൻ. പിള്ളേരെല്ലാം വാതിൽ കൂട്ടിയിട്ട് എന്തോ പരിപാടിയാ, എന്തോ കുരുത്തക്കേടാ. നോക്കട്ടെ. മിന്നുവിനടാ കിച്ചൺ സെറ്റ്, കിച്ചു സെറ്റ്. അനിലിൻ്റെ പിള്ളേരാണ് ഇരിക്കുന്നത്, കിച്ചുവും മിന്നും. അവർ വന്നു കഴിഞ്ഞാൽ തമ്പുരാനും വേണിക്കും പിന്നെ വേറെ ഒന്നും വേണ്ട, കളിയോ കളി. എബിനും പിള്ളേരും കൂടെ എന്തൊക്കെയോ തമാശ പറഞ്ഞ് ഭയങ്കര ചിരി. എന്താണാവോ? ഒച്ച കേട്ടിട്ടാ ഞാനും വന്നേ. ഇല്ല കുഴപ്പമില്ല. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി. ഇതേ പാർവതി ആണെങ്കിൽ കൈ പിടിച്ച് നിന്നു നടക്കുക, കാരണം ഇരിക്കാൻ സ്ഥലമില്ല. സ്നേഹം കൊണ്ട് മട്ടൊഴുകിയെന്ന് വന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കും. പണി പോവോ? ഇവരെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഇത് ഈ ഇരിക്കുന്ന എബിനും അയനയാണ്. പുതിയതായിട്ട് കല്യാണം കഴിച്ച് ഇത് UK എത്തിയതേ ഉള്ളൂ. എബിനിവിടെ ആയിരുന്നു, ആ കൊച്ചു വന്നതേ ഉള്ളൂ. ഒരു 3 കുടുംബം ഇപ്പോൾ അവർ ഇറങ്ങുവാണ്. അതായത് അനിലും ധനീഷേട്ടനും സനലും. അപ്പോൾ അവർ പോകുന്നതിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. അയ്യോ എന്റെ ഒരു കോട്ടുണ്ടായിരുന്നു. അല്ല അത് വേണല്ലോ, കാണണല്ലോ. കുടുംബക്കാർ കൊടുക്കുന്നതാണല്ലോ. ഇവിടെ മുതൽ പിടിക്കും ഇത്. അതിലെ ഈ ടൈം വെച്ച് നോക്കും.